everyone. Fourier integrals ഏതായാലും പ്രോബ്ലംസ് ആണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യുക. Okay, അപ്പോൾ first question, using Fourier integrals show that integral 0 to infinity cos x omega plus omega sin x omega by 1 plus omega square dx is equal to 0 if x is less than 0, pi by 2 if x is equal to 0, pi e to the power minus x if x is greater than 0. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു സീറോയിൽ പൈ ബൈ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ്. ആൻഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് എക്സ് ഇസ് ലെസ് ദാൻ സീറോ ഫംഗ്ഷൻ സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് എൻറ്റയർ ഇൻ്റർവെൽ -ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ഫൊറിയർ ഇൻ്റഗ്രൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷനെ ഈ തന്നിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ഇതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് എടുക്കുക, അതിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ ഈ ഇൻ്റഗ്രൽ ആയിട്ട് കിട്ടും എന്ന് കാണിച്ചാൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല ഇതാണ്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ, വെയർ എ ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 by pi integral -infinity to infinity f of x cos omega x dx, and b of omega is 1 by pi integral -infinity to infinity f of x sin omega x dx. Alright, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ലെസ് ദാൻ സീറോയിൽ ഫംഗ്ഷൻ സീറോ ആണ്, എക്സ് ഗ്രേറ്റർ ദാൻ സീറോയിൽ ഫംഗ്ഷൻ പൈ ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ്, എക്സ് ഈക്വൽ ടു സീറോയിൽ ഫംഗ്ഷൻ വാല്യൂ പൈ ബൈ ടു ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എ ഓഫ് ഒമേഗയുടെ ഫോർമുല ഇതാണ്: 1 by pi integral -infinity to infinity f of x cos omega x dx. പക്ഷേ നമ്മുടെ ഫംഗ്ഷൻ 0 ടു ഇൻഫിനിറ്റിയിൽ മാത്രമേ നമുക്കൊരു നോൺ സീറോ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പൈ ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ് 0 ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ, ബാക്കി -infinity to 0യിൽ ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതേ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ നോക്കിയാൽ മതിയാവും. 0 ടു ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ പൈ ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ്, എക്സ് ലെസ് ദാൻ സീറോയിൽ ഫംഗ്ഷൻ 0 ആണെന്ന് നമ്മളത് എഴുതുന്നില്ല. ഓക്കെ, സോ 1 by pi integral 0 to infinity പൈ ഇ ടു ദി പവർ മൈനസ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. പൈ ക്യാൻസൽ ആവും. പിന്നെ നമുക്കുള്ളത് ഇ ടു ദി പവർ മൈനസ് എക്സ് കോസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രലാണ്. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഇ ടു ദി പവർ മൈനസ് എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ എന്ന് വെച്ചാൽ -1 ആണ്, ബി എന്ന് വെച്ചാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഒമേഗയാണ്. അപ്പോൾ -1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും, ടൈംസ് എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ്. ഇതാണ് ഫോർമുല. എ എന്ന് പറയുന്നത് -1 ആണ്, ബി എന്ന് പറയുന്നത് ഒമേഗയാണ്. എ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി സൈൻ ഒമേഗ എക്സ്. 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഇ ടു ദി പവർ മൈനസ് എക്സ് ഉള്ളതുകൊണ്ട് ഇ ടു ദി പവർ -infinity ദ ഹോൾ തിങ് ബിക്കം 0, മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇ ടു ദി പവർ 0 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ, കോസ് 0 1 ആണ്, -1 സൈൻ 0 0 കിട്ടും. ഈ മൈനസ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ 1 by 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്നാണ് എ ഓഫ് ഒമേഗ നമുക്ക് കിട്ടുക. നമുക്ക് എ ഓഫ് ഒമേഗ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കുക. ഫോർമുല ഇതാണ്: 1 by pi integral -infinity to infinity f of x sin omega x dx എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ 0 ടു ഇൻഫിനിറ്റിയിൽ മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ, അത് പൈ ഇ ടു ദി പവർ മൈനസ് എക്സ് ആണ്, പൈ ക്യാൻസൽ ആവും. പിന്നെ ഇ ടു ദി പവർ മൈനസ് സൈൻ ഒമേഗ എക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. b to the power minus x by 1 square plus omega square times a sin bx minus b cos bx എന്നാണ് ഫോർമുല. ഇവിടെ എന്ന് പറയുന്നത് -1 ആണ്, സോ -1 sin ഒമേഗ എക്സ് മൈനസ് ബി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്, മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് എന്ന് കിട്ടും. 0 ടു ഇൻഫിനിറ്റി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഫുള്ള് 0 ആവും. പിന്നെ 0 കൊടുക്കുമ്പോൾ 1 by 1 പ്ലസ് ഒമേഗ സ്ക്വയർ, ഇത് 0 ആവും, ഇത് 1 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്: -1 by 1 plus omega square minus omega എന്ന് കിട്ടും. മൈനസ് മൈനസ് പ്ലസ് ആവും, സോ ഒമേഗ ബൈ 1 plus omega square എന്ന് കിട്ടും. സോ വി ഗോട്ട് എ ഓഫ് ഒമേഗ ആൻഡ് ബി ഓഫ് ഒമേഗ, ആൻഡ് ദിസ് ഈസ് ദി ഫൊറിയർ ഇൻ്റഗ്രൽ ഫോം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. a of omega യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1 by 1 plus omega square. b of omega യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ആൻഡ് യു സിംപ്ലിഫൈ ഇറ്റ്. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഇങ്ങനെ ഒരു ഇൻ്റഗ്രലാണ് തന്നിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ് ഈക്വൽ ടു 0യിൽ നമുക്ക് എങ്ങനെ പൈ ബൈ 2 കിട്ടുമെന്നൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 0 വുഡ് ഹാപ്പൻസ്, ഇതിനകത്തേക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക, അപ്പോൾ എഫ് ഓഫ് 0 എന്ന് കിട്ടും. അപ്പോൾ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. അപ്പോൾ 1 by 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്ന് കിട്ടും. റൈറ്റ്, സോ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 by 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ എന്ന് കിട്ടും. ആൻഡ് ദിസ് വൺ ഈസ് എ സ്റ്റാൻഡേർഡ് ഇൻ്റഗ്രൽ.
tan inverse of omega 0 to infinity അപ്ലൈ ചെയ്യുമ്പോൾ tan inverse of infinity is pi by 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമ്മൾ ഒരു ഫൊറിയർ ഇൻ്റഗ്രൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോബ്ലം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പ്രോബ്ലം. ഇതും അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിനെ ഇൻ്റഗ്രൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. ഇൻ്റഗ്രൽ 0 to infinity cos pi by 2 omega by 1 minus omega square cos x omega d omega equal to pi by 2 cos x if mod x is less than pi by 2 and if mod x is greater than or equal to pi by 2 ഫംഗ്ഷൻ 0 ആണ്. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുക. 0 ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 എന്ന് വെച്ചാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, റൈറ്റ്, ഈ മോഡ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 കൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 2 എന്നാണ്. ഓക്കെ, മൈനസ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 എന്ന് വരെ ഉദ്ദേശിക്കുക. ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ 0 ആണ്. പൈ ബൈ 2ലും മൈനസ് പൈ ബൈ 2ലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള പൈ ബൈ 2 കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 വരെ മാത്രമുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ അതും എൻറ്റയർ റീജിയനിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫൊറിയർ ഇൻ്റഗ്രലിലേക്ക് ആയിരിക്കും പോകേണ്ടത്. ഓക്കെ, ആദ്യം എ ഓഫ് ഒമേഗ കണ്ടുപിടിക്കണം. സോ എ ഓഫ് ഒമേഗയുടെ ഫോർമുല 1 by pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അതിനകത്ത് തന്നെ ഫംഗ്ഷൻ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ നമുക്ക് ഫംഗ്ഷൻ ഇല്ല, പകരം മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ. അവിടെ ഉള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൈ ബൈ 2 കോസ് എക്സ് ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്, അതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. സോ 1 by pi ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 കോസ് എക്സ് ടൈംസ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. പൈയും പൈയും ക്യാൻസൽ ആവും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഈ കോസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. കോസ് എക്സും കോസ് ഒമേഗ എക്സ് എല്ലാം ഈവൻ ഫംഗ്ഷൻസ് ആണ്. അതായത് ഇതിനകത്തൊരു മൈനസ് കൊടുത്താലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ കോസ് മൈനസ് എക്സ് കൊടുത്താലും കോസ് എക്സ് തന്നെ കിട്ടും. ഇവിടെയും എക്സിന് പകരം മൈനസ് എക്സ് കൊടുത്താൽ അത് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പൈ ബൈ 2 ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് പകരം നമുക്ക് 0 ടു പൈ ബൈ 2 എടുത്താൽ മതി, പക്ഷേ അതിൻ്റെ ഡബിൾ എടുക്കണം. ഓക്കെ, ഈവൻ ഫംഗ്ഷൻ വെച്ചാൽ ആക്ച്വലി ഇതാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് മൈനസ് എ മുതൽ എ വരെയുള്ള ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് റൈറ്റ് സൈഡിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയാവും, 0 ടു എ വരെയുള്ള ഇൻ്റഗ്രൽ മാത്രം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ 0 ടു പൈ ബൈ 2 മാത്രമേ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നുള്ളൂ, ബട്ട് വി ഡബിൾ ഇറ്റ്. ഓക്കെ, സോ 2 ടൈംസ്, ഇപ്പോൾ ഇവിടെ ഒരു 1 by 2 ഉണ്ട്, ഈ പൈ ക്യാൻസൽ ആവും. സോ 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു പൈ ബൈ 2 കോസ്, അപ്പോൾ ഇതിനിപ്പോൾ കോസ് ഫംഗ്ഷൻ ആണ് അല്ലേ, ഇതൊരു കോസ് ഫംഗ്ഷനാണ്. കോസ് എ കോസ് ബി ഫോർമുലയാണ്. അപ്പോൾ കോസ് എ കോസ് ബി നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വെച്ചിട്ട് ആക്ച്വലി നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിർത്തി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഇത് ഇൻ്റഗ്രേഷൻ പോസിബിൾ ആകുന്ന രീതിയിലേക്ക് നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ കോസ് എ കോസ് ബിക്ക് ഒരു ഫോർമുലയുണ്ട്, അത് കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി എന്നാണ്. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് ഒമേഗ എക്സ്, റൈറ്റ്, എക്സ് മൈനസ് ഒമേഗ എക്സ് എന്ന് കിട്ടും. അതിൽ എക്സ് ഔട്ട് സൈഡ് എടുത്തിരിക്കുന്നതാണിത്. സോ കോസ് 1 മൈനസ് ഒമേഗ എക്സ് എന്ന് കിട്ടും. അടുത്ത് എക്സ് പ്ലസ് ഒമേഗ എക്സിൽ എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 പ്ലസ് ഒമേഗ ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ കോസ് 1 മൈനസ് ഒമേഗ എക്സ് പ്ലസ് കോസ് 1 പ്ലസ് ഒമേഗ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്നാണ് ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. കോസ് എ കോസ് ബി ഈക്വൽ ടു കോസ് എ മൈനസ് ബി പ്ലസ് കോസ് എ പ്ലസ് ബി ബൈ 2, ഇതാണ് ഐഡൻറ്റിറ്റി. അപ്പോൾ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ 1 by 2 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, ഒരു 2 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അതിനുശേഷം ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കോസിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ ആണ്, സോറി കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ്, ഈ കോസിൻ്റെ ഇൻ്റഗ്രലും സൈൻ ആണ്. അപ്പോൾ അതുകൊണ്ട് സൈൻ 1 മൈനസ് ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ എന്ന് കിട്ടും. ഇവിടെയും സൈൻ 1 പ്ലസ് ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും ഇൻ്റഗ്രൽ എടുക്കും. ഇനിയിപ്പോൾ 0 ടു പൈ ബൈ 2 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ 1 മൈനസ് ഒമേഗ ടൈംസ് പൈ ബൈ 2 ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് സൈൻ 1 പ്ലസ് ഒമേഗ ടൈംസ് പൈ ബൈ 2 ബൈ 1 പ്ലസ് ഒമേഗ എന്ന് കിട്ടും, റൈറ്റ്. ഇനി ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു റിസൾട്ട് ഇതാണ്, അതായത് സൈൻ ലൈക്ക് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അതുപോലെ സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റയുമാണ്. സോറി, ഇതും കോസ് തീറ്റ, രണ്ടും കോസ് തീറ്റയാണ്. സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്, സൈൻ പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാലും കോസ് തീറ്റയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഈ പൈ ബൈ 2 ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ പൈ ബൈ 2 എന്നാണ്. അപ്പോൾ സൈൻ പൈ ബൈ 2 മൈനസ് ഒമേഗ പൈ ബൈ 2 എന്നാണ് കിട്ടുക. അപ്പോൾ അത് സൈൻ 180 മൈനസ് തീറ്റ ഫോമിൽ വരും. അപ്പോൾ നമുക്ക് അതിനെ കോസ് തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇത് സൈൻ പൈ ബൈ 2 പ്ലസ് തീറ്റ ഫോമിൽ വരിക. അപ്പോൾ അതിനെ നമുക്ക് കോസ് പൈ ബൈ 2 എന്ന് എഴുതാം, പൈ ബൈ 2 ഒമേഗ എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ എൽസിയം എടുക്കുക.
1 times cos pi by 2 omega plus omega times cos pi by 2 omega plus cos omega omega pi by 2 times cos pi by 2 times omega minus omega cos pi by 2 times omega. അപ്പോൾ ഈ പ്ലസ് ടൈമും മൈനസ് ടൈമും ക്യാൻസൽ ആവും. പിന്നെ കോസ് പൈ ബൈ 2 ഒമേഗ പ്ലസ് കോസ് പൈ ബൈ 2 ഒമേഗ 2 ടൈംസ് കോസ് പൈ ബൈ 2 ഒമേഗ എന്ന് എഴുതാം. അപ്പോൾ ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കിട്ടും കോസ് പൈ ബൈ 2 ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എ ഓഫ് ഒമേഗ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ട്രിഗണോമെട്രിക് സിംപ്ലിഫിക്കേഷൻ വരുന്ന ഒരു പ്രോബ്ലം ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എ ഓഫ് ഒമേഗ. ഇനി ഇതുപോലെ ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കാം. അപ്പോൾ ഫോർമുല 1 ബൈ പൈ ടൈംസ് ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് പൈ ബൈ 2 മുതൽ പൈ ബൈ 2 വരെയാണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് പൈ ബൈ 2 കോസ് എക്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് ഇതൊരു ഓഡ് ഫംഗ്ഷൻ ആണ് എന്ന് കാണാം. ഓക്കെ, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എന്ന് കാണാം. കാരണം എന്താ വെച്ചാൽ ഈ കോസിന്റെ കൂടെ മൈനസ് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ സൈനിനകത്ത് ഒരു മൈനസ് സൈൻ എക്സ് കൊടുത്താൽ ഈ മൈനസ് പുറത്തേക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷനാണ് നമ്മൾ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ ഒരു ഓഡ് ഫംഗ്ഷന് കൊടുത്താൽ ആ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എപ്പോഴും എന്തായിപ്പോയി? 0 ആയിപ്പോയി. അപ്പോൾ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബി ഓഫ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് എഫ് ഓഫ് എക്സ് എഴുതിയാൽ മതി. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ടൈംസ് ഡി ഒമേഗ. ഓക്കെ, അപ്പോൾ ബി ഓഫ് ഒമേഗ 0 ആണ്. എ ഓഫ് ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് പൈ ബൈ 2 ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ടൈംസ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് ആ ഫംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കൊസൈൻ അല്ലെങ്കിൽ ഫൊറിയർ ഇൻ്റഗ്രൽ ആയിട്ട് നമ്മൾ ഒരു ഫംഗ്ഷനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 എക്സ്പ്രസ് ആസ് എ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ. ഇത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊസൈൻ ഇൻ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഫംഗ്ഷൻ തന്നിരിക്കുന്നത് പോസിറ്റീവ് സൈഡിൽ 0 ടു ഇൻഫിനിറ്റിയിൽ മാത്രമേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും ഇപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുക. 0 ടു 1 വരെ എക്സ് സ്ക്വയറും 0 ടു 1 വരെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറും അതിനുശേഷമുള്ള ഫംഗ്ഷൻ 0യുമാണ്. റൈറ്റ്, ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ഇത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ആയിട്ടാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ എ ഓഫ് ഒമേഗയുടെ ഫോർമുല എന്ന് പറയുന്നത് 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ 0 ടു ഇൻഫിനിറ്റി നമുക്കൊരു സിംഗിൾ ഫംഗ്ഷൻ ഇല്ല. 0 ടു 1 വരെ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ടു 1 എക്സ് സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി എക്സ് ഇടുക. അതിന് ശേഷമുള്ള ഫംഗ്ഷൻ 0 ആണ്. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എക്സ് സ്ക്വയർ കോസ് ഒമേഗ എക്സ്. ഇത് ഒരെണ്ണം ഓൾജിബ്രായിക് ഫംഗ്ഷനും ഒരെണ്ണം ട്രിഗണോമെട്രിക് ഫംഗ്ഷനുമാണ്. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം. സോ എക്സ് സ്ക്വയർ ടൈംസ് integral of cos omega x sin omega x by omega minus derivative of x square is 2x. Integral of sin omega x by omega is minus cos omega x by omega square. Then derivative of 2x is 2. Then integral of minus cos omega x by omega square is minus sin omega x by omega cube. Negatives ഒക്കെ simplify ചെയ്യാം. സെക്കൻഡ് ടൈം പോസിറ്റീവ് ആവും, തേർഡ് ടൈം നെഗറ്റീവ് ആവും. 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1 അപ്ലൈ ചെയ്യുമ്പോൾ ഇത് sin omega by omega 2 cos omega by omega square മൈനസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. 0 കൊടുക്കുമ്പോൾ എല്ലാ ടൈമും 0 ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 2 ബൈ പൈ സൈൻ ഒമേഗ ബൈ ഒമേഗ പ്ലസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ മൈനസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ് എന്ന് കിട്ടും എ ഓഫ് ഒമേഗ. ആൻഡ് നൗ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ എ ഓഫ് ഒമേഗയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഇതായിരിക്കും ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബി ഓഫ് ഒമേഗ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് വൺ മോർ പ്രോബ്ലം, ആൻഡ് ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 4 എക്സ്പ്രസ് ആസ് എ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഇവിടെയും ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എപ്പോഴും 0 ടു ഇൻഫിനിറ്റിയിൽ മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 ടു പൈ വരെ ഫംഗ്ഷൻ കോസ് എക്സ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുക. 0 ടു പൈ വരെ ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. അതിനുശേഷം ഫംഗ്ഷൻ 0 ആണ്. റൈറ്റ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ബാക്കി എല്ലാ സ്ഥലത്തും 0 ആണ്. അപ്പോൾ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമ്മൾ ബി ഓഫ് ഒമേഗയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫോർമുല ഇതാണ്. 2 ബൈ പൈ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, അപ്പോൾ 0 ടു ഇൻഫിനിറ്റി വരെ പോകുന്ന ഒരു സിംഗിൾ ഫംഗ്ഷൻ ഇല്ല. പകരം 0 ടു പൈയിൽ കോസ് എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 0 ടു പൈ കോസ് എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇത് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നിരിക്കുക. അപ്പോൾ അത് സം ആയിട്ട് എഴുതണം. അപ്പോൾ കോസ് എ സൈൻ ബിയുടെ ഫോർമുല 2 കോസ് എ സൈൻ ബി ഒരു ഫോർമുല ഉണ്ട്. 2 cos A sin B എന്ന് പറയുന്നത് sin A plus B minus sin A minus B ആണ്.
സൈൻ എ പ്ലസ് ബി എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഒമേഗ എക്സ്. ഓക്കെ, എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എക്സ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 പ്ലസ് ഒമേഗ എക്സ് എന്ന് എഴുതാം, മൈനസ് സൈൻ എ മൈനസ് ബി, അതായത് സൈൻ എക്സ് മൈനസ് ഒമേഗ എക്സ്, അതായത് സൈൻ ഓഫ് 1 മൈനസ് ഒമേഗ ടൈംസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ സൈനിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 1 പ്ലസ് ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ആണ്, അപ്പോൾ മൈനസ് മൈനസ് ഇത് പ്ലസ് ആവും, കോസ് 1 മൈനസ് ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ എന്ന് കിട്ടും ഫ്രം 0 to π. ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ക്യാൻസൽ ആയി പോകില്ല, എല്ലാ വാല്യൂസും നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. സോ കോസ് 1 പ്ലസ് ഒമേഗ പൈ ബൈ 1 പ്ലസ് ഒമേഗ, കോസ് 1 മൈനസ് പൈ ഒമേഗ 1 മൈനസ് ഒമേഗ ടൈംസ് പൈ ബൈ 1 മൈനസ് ഒമേഗ. 0 കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ 1 ആവും, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 4 ടേമുകൾ തന്നെ കിട്ടും. ഓക്കെ, അടുത്ത് ഇവിടെ റിസൾട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, കോസ് പൈ പ്ലസ് ഒമേഗ. ഓക്കെ, കോസ് പൈ പ്ലസ് ഒമേഗ പൈ എന്ന് കിട്ടി, പൈ അകത്തേക്ക് കൊടുക്കുന്നു. അപ്പോൾ കോസ് പൈ പ്ലസ് ഒമേഗ പൈ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് മൈനസ് കോസ് ഒമേഗ പൈ ആണ്. ഓക്കെ, അതായത് കോസ് 180 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. കോസ് പൈ പ്ലസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് കോസ് തീറ്റ ആണ്. അപ്പോൾ ആ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ടൈം പ്ലസ് ആവും, ഈ പ്ലസ് ടൈം മൈനസ് ആവും. ഓക്കെ, ഇത് എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. 1 മൈനസ് ഒമേഗ മൈനസ് 1 മൈനസ് ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. അതിനുശേഷം ഇവിടെ നമുക്ക് എൽസിഎം എടുക്കാം. സോ കോസ് ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ, ദെൻ കോസ് ഒമേഗ പൈ പ്ലസ് മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ എന്ന് കിട്ടും. പിന്നെ ഇവിടെ 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ആവും, മൈനസ് ഒമേഗ മൈനസ് ഒമേഗ മൈനസ് 2 ഒമേഗ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കോസ് പൈ ആണ് നമുക്ക് ഇവിടെ ക്യാൻസൽ ആയി പോകുന്ന ടൈം എന്ന് പറയാം. കോസ് ഒമേഗ പൈ ക്യാൻസൽ ആവും, ആൻഡ് ഇത് 2 ഒമേഗ കോസ് ഒമേഗ പൈ എന്ന് കിട്ടും, റൈറ്റ്? മൈനസ് 2 ഒമേഗ കോസ് ഒമേഗ പൈ എന്നാണ് കിട്ടുക. Okay, and there is a negative here too, negative, the whole term is negative. Okay, ഇങ്ങനെ കിട്ടുക. ആൻഡ് യെസ്, അപ്പോൾ ഇതാണ് ബി ഓഫ് ഒമേഗ എന്ന് പറയും. ഇപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഓഫ് ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയാണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു മൈനസ് ഒമേഗയും കൂടി ഇടണം. മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ മൈനസ് ഒമേഗ എന്നാണ്. മൈനസ് ഒമേഗ കോസ് ഒമേഗ പൈ മൈനസ് ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും. ഇതായിരിക്കും ഇവിടുത്തെ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് 3 ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഒന്ന് ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ, ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ആണ്. Okay, and practice more problems like this. Okay, so let's wind up. Thank you.